നാം തന്നെയാണ് ദുഃഖത്തിന് കാരണം. ഒരിക്കൽ ഒരു പ്രഭാഷകൻ തൻ്റെ പ്രസംഗത്തിനിടയ്ക്ക് ഒരു ഗ്ലാസ് വെള്ളം ഉയർത്തി കാണിച്ചുകൊണ്ട് ചോദിച്ചു, ഇതിന് എത്ര ഭാരമുണ്ട്? സദസ്സിൽ നിന്നും പല ഉത്തരങ്ങൾ വന്നു. 100 ഗ്രാം, 200 ഗ്രാം, 500 ഗ്രാം എന്നിങ്ങനെ. പ്രഭാഷകൻ പറഞ്ഞു, അല്ല, നിങ്ങൾ പറഞ്ഞ ഉത്തരങ്ങൾ തെറ്റാണ്. സദസ്സിൽ നിന്നും ഒരാളെ വിളിച്ച് ആ ഗ്ലാസ് വെള്ളം ഉയർത്തിപ്പിടിക്കാൻ പറഞ്ഞു. പ്രഭാഷകൻ അയാളോട് ചോദിച്ചു, എത്ര ഭാരമുണ്ട്? അയാൾ പറഞ്ഞു, ചെറിയ ഭാരമേയുള്ളൂ. അയാളോട് അത് അങ്ങനെ തന്നെ പിടിക്കാൻ പറഞ്ഞ് അദ്ദേഹം പ്രഭാഷണം തുടർന്നു. ഇടയ്ക്ക് അയാളോട് ചോദിച്ചു, ഇപ്പോൾ എത്ര ഭാരമുണ്ട്? ഭാരം കൂടുന്നുണ്ട്, അയാൾ പറഞ്ഞു. അദ്ദേഹം പ്രഭാഷണം തുടർന്നു. ഇടയ്ക്കിടയ്ക്ക് അയാളോട് ഭാരം ചോദിച്ചുകൊണ്ടിരുന്നു. അയാൾക്ക് കയ്യിലെ ഗ്ലാസിൻ്റെ ഭാരം കൂടിക്കൂടി വന്നു. പ്രഭാഷണത്തിനിടയ്ക്ക് അയാൾ വിളിച്ചു പറഞ്ഞു, സാർ, ഇപ്പോഴെൻ്റെ കൈ കഴിക്കുന്നു. എനിക്കിനി ഒരു നിമിഷം പോലും പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ഗ്ലാസ് താഴെ വീണ് പൊട്ടിപ്പോകും. അദ്ദേഹം പ്രഭാഷണം നിർത്തി. അയാളോട് ഗ്ലാസ് താഴെ വയ്ക്കാൻ പറഞ്ഞു. എന്നിട്ട് സദസ്സിനോടായി പറഞ്ഞു, ആ ഗ്ലാസിനും അതിലെ വെള്ളത്തിൻ്റെ അളവിനും യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല. പക്ഷേ അത് നിങ്ങൾ കയ്യിൽ വയ്ക്കും തോറും നിങ്ങൾക്ക് ഭാരം കൂടുതൽ അനുഭവപ്പെട്ടു തുടങ്ങി. അതുപോലെയാണ് നമ്മുടെ ജീവിത പ്രശ്നങ്ങളും. നമ്മുടെ സങ്കടങ്ങളും വിഷമങ്ങളും ദുഃഖങ്ങളും ദേഷ്യവും നമ്മൾ എത്ര നേരം മനസ്സിൽ സൂക്ഷിക്കുന്നുവോ അതിൻ്റെ ഭാരം കൂടിക്കൊണ്ടേയിരിക്കും. അത് മൂലമുള്ള പ്രശ്നങ്ങൾ നമ്മളെ അലട്ടിക്കൊണ്ടേയിരിക്കും. നമ്മുടെ വിഷമങ്ങളും ദേഷ്യവും മോശം ചിന്തകളും മനസ്സിൽ നിന്നും മാറ്റിവെച്ചാൽ അതുമൂലമുള്ള പ്രശ്നങ്ങളും ഇല്ലാതാകും. മനസ്സിനെ ശാന്തമാക്കുക, പ്രശ്നങ്ങൾ ലഘൂകരിക്കപ്പെടും. പ്രശസ്തമായൊരു വചനമുണ്ട്. അതിൻ്റെ ആദ്യ ഭാഗം ഇങ്ങനെയാണ്: നിങ്ങളുടെ വിഷമങ്ങൾക്ക് ഒരു പ്രതിവിധി ഉണ്ടെങ്കിൽ നിങ്ങൾ വിഷമിച്ചിരിക്കുന്നത് എന്തിന്? വിഷമിച്ചിരിക്കാതെ ആ പ്രതിവിധി നടപ്പാക്കാൻ ശ്രമിക്കുക. അതിൻ്റെ രണ്ടാം ഭാഗം ഇങ്ങനെയാണ്: നിങ്ങളുടെ വിഷമത്തിന് ഒരു പ്രതിവിധിയും ഇല്ലാത്തതാണെങ്കിൽ നിങ്ങൾ വിഷമിച്ചിരിക്കുന്നത് എന്തിന്? ഒരിക്കലും മാറ്റാൻ കഴിയാത്ത ഒരു കാര്യത്തെക്കുറിച്ച് ആലോചിച്ച് സമയം കളയാതെ അടുത്ത കാര്യങ്ങൾ ചെയ്യുക.